ബ്ലഡ് പ്രഷറിന്, BP-ക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരാണോ നിങ്ങൾ? ഈ പ്രശ്നം നിങ്ങളെ അലട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെയെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണണം. ഒരസുഖവും മാറാരോഗമല്ല, അസുഖങ്ങളെല്ലാം ഒരവസ്ഥയാണ്. അതിൻ്റെ അടിസ്ഥാന കാരണം ആണ് ചികിത്സിക്കേണ്ടത്. ചിലർക്ക് ടെൻഷൻ കാണും, സ്ട്രെസ് കാണും, അങ്ങനെ ലക്ഷണങ്ങളായിട്ട് തന്നെ തലവേദനയും ഉറക്കക്കുറവും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ കാണും. അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കാനായി കംപ്ലീറ്റ് നമുക്ക് ക്യൂർ ചെയ്യാൻ സാധിക്കും. പ്രാണിക് ഹീലിംഗ് അതിന് സഹായകമാണ്. പല ആൾക്കാരും ചെയ്യുന്ന അബദ്ധം എന്ന് പറയുന്നത് മരുന്നിനോടുള്ളൊരു അവേർഷൻ കൊണ്ട് മരുന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. വലിയ അപകടമാണ്. സ്ട്രോക്ക് പോലെയുള്ള സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നീട് വരും. അത് ഒറ്റയടിക്ക് മരുന്ന് നിർത്തുന്നത് അബദ്ധം തന്നെയാണ്. അങ്ങനെ മരുന്നുകളോട് ഒരു അവേർഷൻ പുലർത്തേണ്ട ആവശ്യമില്ല. പകരം മരുന്ന് ഉപയോഗിക്കുന്നവരത് കഴിച്ചുകൊണ്ട് തന്നെ മറ്റ് വ്യവസ്ഥകളിൽ മാറ്റം വരുത്തണം. ഭക്ഷണം, ഉറക്കം, എക്സർസൈസ്, മറ്റ് ബ്രീത്തിങ് എക്സർസൈസുകൾ, ടെൻഷൻ, സ്ട്രെസ് മാനേജ്മെന്റ്, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ പ്രാണ നോർമലായിട്ട് ഒഴുകാൻ തുടങ്ങും. ഇനി അഥവാ അതിനെന്തെങ്കിലും ഒഴുക്കിൽ സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ പ്രാണിക് ഹീലർക്ക് ഇടപെടാൻ പറ്റും. എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് ആ കെട്ടിനിൽക്കുന്ന ഊർജത്തെ അവിടുന്ന് റിമൂവ് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട ചക്രകളെ ക്ലീൻ ചെയ്ത് സ്ട്രെങ്തൻ ചെയ്ത് ആ ഫങ്ഷൻസ് നോർമലൈസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഈ BP-യെ മാനേജ് ചെയ്യാൻ സാധിക്കും. ഏതസുഖം പോലെ ബ്ലഡ് പ്രഷറിലും ചക്രകൾക്ക് എനർജിയുടെ തടസ്സം ഉണ്ടാകും. അതായത് യൂസ്ഡപ്പ് എനർജി ശരിയായിട്ട് പുറന്തള്ളാതെ കടുത്ത ഊർജം ചക്രകളിൽ കെട്ടി നിൽക്കും. ഏതൊക്കെ ചക്രകളിൽ അങ്ങനെ ഊർജം കെട്ടി നിൽക്കുന്നു അതനുസരിച്ചുള്ള സിംറ്റം ഉണ്ടാവും. ഇപ്പൊ തലയുടെ ഭാഗത്താണ് അങ്ങനെ കെട്ടി നിൽക്കുന്നതെങ്കിൽ തലവേദന ഉണ്ടാവും. നമ്മുടെ സോളാർ പ്ലെക്സസ് എന്ന് പറയുന്ന ഒരു ചക്രമുണ്ട്. ആ ചക്രയിലാണ് അത് കെട്ടി നിൽക്കുന്നതെങ്കിൽ നമുക്ക് ആൻസൈറ്റി കൂടാം, സ്ട്രെസ് കൂടാം, പെട്ടെന്ന് ദേഷ്യം വരാം. അതിന് ഓരോന്നിനും മരുന്ന് കഴിക്കുന്നതിന് പകരം അത് മാനേജ് ചെയ്യാൻ വേണ്ടി ഈ യൂസ്ഡപ്പ് എനർജി അവിടെ നിന്നെടുത്ത് മാറ്റുകയും അദ്ദേഹം റിലാക്സേഷൻ പ്രാക്ടീസ് ചെയ്യുകയും വളരെ സ്വസ്ഥമായിട്ടിരിക്കുകയും ആ സമയത്ത് ഒരു ഹീലർ ഇടപെടുകയും ചെയ്യുകയാണെങ്കിൽ ഈ ചക്രങ്ങളെ നോർമലൈസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് പ്രാണിക് ഹീലിംഗിൽ ഈ രോഗങ്ങൾ, ഇതുപോലുള്ള രോഗങ്ങളെല്ലാം ചികിത്സിക്കുന്നത്. അടുപ്പിച്ച് കുറേ സെഷൻസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതശൈലി പ്രത്യേക രീതിയിലേക്ക് മാറുകയും ചെയ്യുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ബ്ലഡ് പ്രഷർ പോലെയുള്ള രോഗങ്ങൾ.